ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പഴയ കാല ദോശയാണ് കേട്ടോ. പണ്ട് പണ്ട് ഉമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലുള്ള ഒരു നല്ല തേങ്ങയൊക്കെ ചേർത്ത് തേങ്ങയും ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ പത്തിരിയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എന്ത് കറി വേണമെങ്കിലും, വെജിറ്റബിൾ ആയാലും അതല്ലാതെ ആയാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നോൺ വെജ് ആയാലും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ച പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തവി ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം, ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് ഫൈനായിട്ട് അരക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കില്ലേ, അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം മിക്സി ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് എടുക്കാം. 3-4 പീസ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് വലിയ ജീരകമാണ്. പെരിഞ്ജീരകം ഉണ്ടല്ലോ, അത് മാറിപ്പോവരുത്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം. ഒരു ചെറിയ ടീസ്പൂണ് അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. നല്ല ഫൈനായിട്ട് ഈ ഒരു ബാറ്റർ അടിക്കണ്ട കേട്ടോ, കുറച്ച് തരിതരിയോട് കൂടി വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. അത്യാവശ്യം കട്ടിയും വേണം, അത്രയധികം ലൂസ് ആവാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിലായിരിക്കണം ബാറ്റർ വേണ്ടത്. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നല്ല അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ വെള്ളയപ്പൊക്കെ ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, അത് അടുപ്പിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കുക, മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു പഴയകാല റെസിപ്പി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പത്തിരിയുടെ റെസിപ്പിയാണ്. ബീഫ് റോസ്റ്റ് ആയാലും ചിക്കൻ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നോൺ വെജ് ആയാലും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വെറുതെ ഇരുന്ന് കഴിക്കാനായാലും സൂപ്പറാട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.